ഹലോ ഗായ്സ്, അപ്പോൾ ഈ കൊല്ലത്തെ എൻ്റെ ഓശാനയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെയായിരുന്നു ഓശാനയുടെ കുർബാന. കാരണം 6:30-ത്തെ കുർബാനയ്ക്കാണ് നമുക്ക് ആഘോഷമായിട്ടുള്ള ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ ഉള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നിന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമുക്ക് എല്ലാവർക്കും ഓലയൊക്കെ വിതരണം ചെയ്തതിന് ശേഷം നമ്മളവിടുന്ന് പ്രദക്ഷിണമായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അതുവരെ പള്ളിയിലേക്ക് നമ്മൾ വരില്ല. ബാക്കി പള്ളിയിലെ കാര്യം എനിക്കറിയില്ല. ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിലാണ്. ചിലപ്പം അവിടെ ബാക്കി പുറത്തെവിടെയെങ്കിലും വെച്ചായിരിക്കും തിരുക്കർമ്മങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണമായിട്ട് വന്നിട്ട് പള്ളിയിൽ അച്ഛൻ വന്നിട്ട് കവാടം കൊട്ടി തുറന്നതിന് ശേഷമാണ് നമ്മൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം റീൽസിലൊക്കെ ഇപ്പം ഉണ്ട് ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കും. അതിന് ശേഷമാണ് നമുക്ക് കുർബാനയുള്ളത്. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ ഓശാനയുടെ ഫേവററ്റ് മെമ്മറി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേവററ്റ് പാട്ടെന്ന് പറയുന്നത് മസാല ദോശയും ഫിൽറ്റർ കോഫിയും കുടിക്കുകയാണ്. കാരണം നമുക്കന്ന് ആ രാവിലത്തെ ആ ഒരു വിശപ്പൊക്കെ അത് അന്നേ അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മുടി വെട്ടാൻ പോയി. അതായിരുന്നു എൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ എൻ്റെ മുടി വെട്ടിയ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം.